ശ്രീ അഫ്സൽ കൂടിയുണ്ട്. ഇറാനിൽ നിന്നും മടങ്ങിയെത്തിയ മലപ്പുറം സ്വദേശിയാണ്. ശ്രീ അഫ്സൽ, അവിടുത്തെ സാഹചര്യം എന്തായിരുന്നു? അവിടുത്തെ സാഹചര്യം എന്ന് പറഞ്ഞാല് അവിടെ ഉണ്ടായിരുന്ന അവസ്ഥകളൊന്നും ഓർക്കാൻ പോലും ആഗ്രഹിക്കാതിരിക്കുകയാണ്. പക്ഷെ കുറച്ചു മുമ്പ് ഇപ്പോ നല്ല കുറച്ച് ന്യൂസുകൾ വന്നിരുന്നു. അതിപ്പോ വീണ്ടും സാറിന്റെ ന്യൂസ് ഇത് തുടങ്ങിയപ്പോ തന്നെ അത് വീണ്ടും അവര് ലംഘിച്ചു എന്ന് പറയുന്നുള്ള ഒരു ന്യൂസും കേൾക്കാനിടയായി. എന്താണ് ഇതിന്റെ വാസ്തവം എന്നറിയില്ല. പക്ഷേ നമുക്ക് പ്രാർത്ഥിക്കാനും പറ്റില്ല. കാരണം അവിടുത്തെ സിറ്റുവേഷൻ കഴിഞ്ഞുകൂടി വന്ന ഒരു അവസ്ഥ എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം നമ്മൾ പലപ്പോഴും മുമ്പൊക്കെ നമ്മൾ ടി വിയിലെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ, ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട്. നേരിട്ട് കണ്ടപ്പോഴുള്ളൊരു ആ ഒരു ഷോക്കിൽ ഇതുവരെ മാറാൻ പറ്റിയിട്ടില്ല എനിക്ക്. ഇപ്പോൾ തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങൾ, ആശുപത്രികൾ തകർക്കപ്പെട്ടു, ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. അന്തരീക്ഷത്തിൽ എപ്പോഴും മിന്നൽ രൂപത്തിൽ മിസൈൽ വർഷം ഉണ്ടാകുന്നു, വലിയ സൈറൺ മുഴങ്ങുന്നു. എവിടെയായിരുന്നു അങ്ങ് താമസിച്ചിരുന്നത്? അവിടെ നിരവധി ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു. അവിടുത്തെ ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചിരുന്നു. അവിടുത്തെ അനുഭവം എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഞാൻ അറ്റാക്ക് തുടങ്ങുന്ന ഫസ്റ്റ് സമയത്ത് ഞാൻ തെഹ്റാനിലായിരുന്നു ഉണ്ടായിരുന്നത്. തെഹ്റാൻ പാർസ് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഭാഗത്ത് ഫസ്റ്റ് ഇത് അറ്റാക്ക് തുടങ്ങി രണ്ടാമത്തെ ദിവസം മുതൽ തന്നെ തെഹ്റാൻ ഭാഗത്തു നിന്ന് ആളുകളോട് മാറി പോവാൻ ദേശീയ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിരുന്നു. ആ സമയത്തൊക്കെ തന്നെ 2 ദിവസം ഞങ്ങൾ റൂമിൽ തന്നെ ഇരിക്കുകയായിരുന്നു, ഹോട്ടൽ റൂമിൽ തന്നെ ആയിരുന്നു. പിന്നെയാണ് അവിടുന്ന് യസ്ദിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയത്. തെഹ്റാനിലെ ഹോട്ടൽ റൂമിൽ എടുക്കുമ്പോൾ തന്നെ ഭയങ്കര ശബ്ദങ്ങളും കാര്യങ്ങളെല്ലാം കേട്ട് ഞങ്ങൾ പേടിച്ചിരിക്കുകയായിരുന്നു. കാരണം ഏത് സമയത്താണ് താമസിക്കുന്ന ഹോട്ടലിൽ അറ്റാക്ക് സംഭവിക്കുക എന്നുള്ളൊരു വേവലാതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ മൂന്നാമത്തെ ദിവസം അവിടുന്ന് യസ്ദ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ മൂവ് ചെയ്തത്. പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഇവിടെ നിന്നും അവിടുന്ന് അങ്ങോട്ട് വരുന്നതെല്ലാം ഞങ്ങൾക്ക് നേരെ മുകളിലേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു, മിസൈൽ വർഷം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്നത്. അങ്ങനെ യസ്ദിലെത്തിയപ്പോൾ 4 ദിവസം കുഴപ്പമില്ലാത്തൊരു അന്തരീക്ഷത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിരുന്നാലും അവിടെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. എന്റെ ഫോണില് അവിടുന്ന് അങ്ങനെ പിക്ചറോ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നിരുന്നത്. പക്ഷെ എന്നിരുന്നാലും അവിടുത്തെ ഒരു സിറ്റുവേഷൻ വലിയൊരു കുഴപ്പമില്ലാതെ നിന്ന സമയത്തുള്ള വീഡിയോസ് എന്റെ ഫോണിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് ഞാൻ ബന്ദർബാസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവിടുന്ന് എങ്ങനെയെങ്കിലും കടൽ മാർഗം കടക്കാൻ പറ്റുമോ എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ബന്ദർബാസിലേക്ക് മൂവ് ചെയ്തത്. അവിടെ എത്തിയപ്പോഴും ആ ലാസ്റ്റ് ഉണ്ടായിരുന്ന അറ്റാക്കിൽ, ആ ബന്ദർബാസിൽ ഉണ്ടായിരുന്ന അറ്റാക്കും ഞാൻ നേരിട്ട് കണ്ടുകൊണ്ട് കണ്ടൊരു ഇതായിരുന്നു. അവിടെ നിന്നും രക്ഷപ്പെടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അവിടെയുള്ള പോലീസുകാർ തന്നെയാണ് ഞങ്ങൾ അവിടുന്ന് ഒരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് ഞങ്ങളെ മാറ്റിയത്. അവര് ഒരു കാറിൽ കയറ്റി വിട്ടിട്ട് അവിടെയുള്ള ആളുകളോട് പറഞ്ഞ് ഇവരെന്റെ സ്ഥലത്ത് കൊണ്ടിറക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ബന്ദർബാസിലെ സിറ്റിയില് ഒരു ഹോട്ടലിലേക്കാണ് ഞങ്ങളെ അവിടുന്ന് മാറ്റിയത്. അത് അവരവിടുന്ന് ഞങ്ങൾ മാറ്റിയത്. ആ സമയത്തൊക്കെ ഞങ്ങൾ കാറിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഞങ്ങൾ മുകളിലൂടെ കാണുകയായിരുന്നു. ഇങ്ങനെ ഈ ഉള്ള അറ്റാക്ക് കണ്ടിട്ട് ഉള്ളൊരു ഇത് ഇപ്പോഴും മനസ്സിൽ നിന്ന് പോകുന്നില്ല ആ ഒരു ബുദ്ധിമുട്ടുകളൊന്നും. അല്ലാതെ അവിടുത്തെ തദ്ദേശീയരായ ആളുകളുടെ അവസ്ഥ, ഇപ്പോൾ യുദ്ധം ഉണ്ടാകുന്ന എല്ലാ നാട്ടിലും അവിടുത്തെ സ്ത്രീകൾ, കുട്ടികൾ, അവരാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. സ്ഫോടനം ഉണ്ടാകുമ്പോൾ കുട്ടികളെയും വാരിയെടുത്ത് പുറത്തേക്കോടുന്ന പിതാക്കന്മാരുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നാണ്. ഒപ്പമോടുന്ന അമ്മമാർ, മറ്റ് ബന്ധുക്കൾ, അങ്ങനെ പലവിധ ദൃശ്യങ്ങൾ ലോകമാകെ പ്രചരിച്ചു. നമ്മുടെ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വന്ന് നമ്മൾ ഉൾപ്പെടെ ആ ദൃശ്യങ്ങളൊക്കെ കാണിച്ചതാണ്. ഭീതിതമായ സാഹചര്യമായിരുന്നു. അവിടുത്തെ തദ്ദേശീയരായ ആളുകളുടെ സ്ഥിതി എന്നാണ്. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധു എന്ന വളരെ പ്രധാനപ്പെട്ട ഇന്ത്യക്കാരെയും നമ്മുടെ സമീപ രാജ്യങ്ങളിലെയും അവിടെ അകപ്പെട്ടു പോയ ആളുകളെ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഓപ്പറേഷൻ നടക്കുന്ന സമയമായിരുന്നു. നിങ്ങൾ ആ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടാണോ തിരികെ നാട്ടിലേക്ക് എത്തിയത്? അവിടെ തദ്ദേശീയരായ ആളുകളുടെ സ്ഥിതി എങ്ങനെയാണ്? അവർ എങ്ങനെയാണ് ഈ സാഹചര്യത്തെ നേരിട്ടത്? അത് ആലോചിക്കുമ്പോഴാണ് ഇപ്പൊ കുറച്ച് ദിവസം തന്നെ ഞാൻ അവിടെ നിന്നപ്പോൾ ഉണ്ടായ അനുഭവം വെച്ചിട്ട് എനിക്ക് അവരുടെ അവസ്ഥകളൊന്നും എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം അവര് ഓരോ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ അവര് ഈ പറഞ്ഞ പോലെ ബിൽഡിംഗിൽ നിന്നും അവര് വീട്ടിൽ നിന്നൊക്കെ വെളിയിലേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. കൂടുതലും തുറസായിട്ടുള്ള സ്ഥലത്തേക്കാണ് എല്ലാവരും ഈ ശബ്ദം കേൾക്കുമ്പോൾ ഇറങ്ങി നിൽക്കുന്നത്. എല്ലാവരും കരഞ്ഞുകൊണ്ട് എന്താ പറയാ, അവരെ മക്കളെ വാരി പുണർന്നിട്ട് വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നൊരു കോലം അല്ലായിരുന്നു അത് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ആ സമയത്ത് നമ്മൾ എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അവിടെയുള്ള ആളുകൾ ഒരുപാട് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അത് മറക്കാൻ പറ്റില്ല. കാരണം അവരെ ഈ സമയത്തൊക്കെ ഓർക്കുന്നു. കാരണം ഇങ്ങനോട് എത്താൻ പറ്റിയതിൽ തന്നെ ഞാൻ പിന്നെ ഇങ്ങോട്ട് എത്തിയത് വെച്ചാല് നമ്മൾ ഇന്ത്യൻ എംബസിയുടെ ഭാഗത്ത് ഞങ്ങൾ അവരൊരു കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒന്നും കൂടി ഈ ബന്ദർബാസ് എന്ന് പറയുന്ന, അത് യസ്ദ എന്ന് പറയുന്ന സ്ഥലത്തിൽ നിന്ന് ഒന്നും കൂടി അടുത്തൊരു 10 മണിക്കൂർ യാത്ര ചെയ്താൽ എത്തുന്നത്. ഞങ്ങൾക്ക് കടൽ മാർഗം പോരാനായിരുന്നു ഞങ്ങൾക്ക് ഒന്നുകൂടി ഈസി ആയിട്ടുണ്ടായിരുന്നത്. കാരണം അവിടുന്ന് പിന്നെ ഇവാക്വേഷൻ ഉണ്ടായിരുന്ന മസ്ദ് എയർപോർട്ടിൽ നിന്ന് ആ ഭാഗത്തേക്ക് പോകണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു 16 മണിക്കൂർ കൂടി യാത്ര ചെയ്യണം. അപ്പൊ ഞങ്ങൾ ആ ഒരു ശ്രമത്തിന് നിൽക്കാതെ നേരെ കടൽ മാർഗം ഉള്ള ഇതിലേക്കാണ് ശ്രമം നടത്തിയത്.
അതിനുള്ള ടിക്കറ്റും കാര്യങ്ങളെല്ലാം അവിടുത്തെ ഞങ്ങളുടെ സുഹൃത്താണ് എടുത്തു തന്ന് ഞങ്ങളെ ടിക്കറ്റ് എടുത്തിട്ടാണ് ഞങ്ങൾ കടൽ മാർഗ്ഗമാണ് ഞങ്ങൾ ഷാർജ പോർട്ടിലേക്കാണ് ഞങ്ങൾ എത്തിയത്. ഇന്നലെ ഞാൻ അവിടെ എത്തിയത് ഷാർജയിലായിരുന്നു. അവിടെ നിന്ന് ഇന്നലെ രാത്രി ഫ്ലൈറ്റിലാണ് കാലിക്കറ്റിൽ ഇറങ്ങിയത്. എംബസിയുടെ ഭാഗത്തുനിന്ന് ഉള്ളതിലല്ല വന്നത്. ഞങ്ങൾ പേഴ്സണലി ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് അറേഞ്ച് ചെയ്തിട്ട് അങ്ങനെയാണ് നിങ്ങൾ സ്വയം രക്ഷപ്പെട്ട് വരികയായിരുന്നു, ഈ ഓപ്പറേഷന്റെ ഭാഗമായി വന്നതല്ല, സ്വയം രക്ഷപ്പെട്ട് വരികയായിരുന്നു, നിങ്ങളുടെ ബന്ധങ്ങൾ ഉപയോഗിച്ച് നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു, അങ്ങനെയാണോ? തീർച്ചയായിട്ടും അങ്ങനെയാണ് വന്നിട്ടുള്ളത്. എംബസിയിൽ ബന്ധപ്പെടാറുണ്ടായിരുന്നു. അവര് പറ്റുമെങ്കിൽ എയർപോർട്ടിന്റെ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ടീമിന്റെ കൂടെ ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ യാത്ര ഒന്നും കൂടി ഞങ്ങൾക്ക് ഈസി ആയിട്ടുണ്ടായിരുന്നു ബന്ദ്രബാസിലേക്കായിരുന്നു, പോർട്ടിലേക്കുള്ള യാത്രയായിരുന്നു ഒന്നും കൂടി ഞങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള ഒരു റൂട്ട് ഉണ്ടായിരുന്നത്. മറ്റുള്ള റൂട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു റൂട്ട് ആയതുകൊണ്ട് ഞങ്ങൾ തെരഞ്ഞെടുത്തത് ആ ഭാഗമായിരുന്നു. ആ സമയത്ത് മലയാളികളായിട്ടുള്ള കുറച്ച് കുട്ടികളെ ഞാൻ എപ്പോഴും കർമാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആണ് MBBS പഠിക്കുന്ന കുട്ടികൾ ഉണ്ടായിരുന്നത്. അവരെ ഞാൻ ഫോണിൽ ബന്ധപ്പെടാറുണ്ടായിരുന്നു. അവിടുത്തെ നെറ്റ്വർക്ക് കിട്ടുന്നുണ്ടായിരുന്നു, അവിടെ ലോക്കലി വിളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ചില സമയത്ത്. അപ്പോൾ അവരെ ഈ എയർപോർട്ടിന്റെ ഭാഗത്തേക്ക് ഹോട്ടലിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് അവരോട് പറഞ്ഞു. അവർ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതും അവരിന്ന് കാലിക്കറ്റിലേക്ക് കുറച്ച് ആളുകൾ എത്തുന്നുണ്ട്, കാലിക്കറ്റ് എയർപോർട്ടിലേക്ക്.